നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ഗുരുവായൂർ ക്ഷേത്ര നടയിലെ വൈജയന്തി കെട്ടിടത്തിൽ തീപിടുത്തം. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ആരോഗ്യ വിഭാഗത്തിന്റെ സ്റ്റോർ റൂമിലാണ് അഗ്നിബാധ. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഫയർഫോഴ്സ് അധികൃതർ. പുന്നയൂർ വാതക ശ്മശാനത്തിന്റെ നിർമ്മാണാപാകതകൾ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയും റെഡ്കോയും ധാരണയിലെത്തി. യന്ത്ര സംവിധാനങ്ങൾക്ക് നിശ്ചിത കാലാവധിക്ക് പുറമെ 1 വർഷം കൂടി വാറണ്ടി നൽകാമെന്നും കമ്പനി. യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി പഞ്ചായത്ത് കരാർ തയ്യാറാക്കി. എരുമപ്പെട്ടിയിൽ തനിച്ച് താമസിക്കുന്ന 80-കാരിയുടെ സ്വർണ്ണമാല കവർന്നു. കരിയന്നൂർ അണ്ടേക്കാട്ട് പീടികയിൽ 80 വയസ്സുള്ള ബീവാത്തുവിന്റെ 3 പവൻ തൂക്കം വരുന്ന മാലയാണ് യുവാവ് കവർന്നത്. പ്രദേശത്തെ വീടുകളിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതം. പഴഞ്ഞി അരുവായിലെ കൂട്ടാത്മഹത്യ. മരിച്ചവർക്ക് യാത്രാമൊഴിയേകി നാട്. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. ലോകകപ്പ് ഫുട്ബോൾ സെമി. ഫ്രഞ്ച് കോട്ട തകർത്ത് സ്പാനിഷ് അർമാഡ. തുടർച്ചയായ 3-ാം ലോകകപ്പ് ഫൈനൽ ലക്ഷ്യമിട്ടിറങ്ങിയ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കാൽപന്ത് കളിയുടെ വിശ്വകിരീടത്തിനായുള്ള കലാശപ്പോരിലേക്ക് സ്പെയിനിന്റെ പ്രവേശനം. 2-ാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടുമ്പോൾ ആവേശത്തോടെ ആരാധകർ. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ക്ഷേത്ര നടയിലെ വൈജയന്തി കെട്ടിടത്തിൽ തീപിടുത്തം. ഇന്ന് രാവിലെ 9:30-ഓടെയാണ് സംഭവം. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ആരോഗ്യ വിഭാഗത്തിന്റെ സ്റ്റോർ റൂമിലാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ സ്റ്റോർ റൂമിൽ നിന്നും വലിയ തോതിൽ പുകയുയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. സ്റ്റേഷൻ ഓഫീസർ SD സജിത് ലാലിന്റെ നേതൃത്വത്തിൽ അരമണിക്കൂറിനുള്ളിൽ തീ പൂർണ്ണമായും അണച്ചു. സ്റ്റോർ റൂമിലുണ്ടായിരുന്ന ബ്ലീച്ചിങ് പൗഡർ, സോപ്പ് പൊടി തുടങ്ങിയ ശുചീകരണ സാമഗ്രികളും ദേവസ്വം പ്രസിദ്ധീകരണങ്ങളും മരത്തിന്റെ മേശയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പുന്നയൂർ വാതക ശ്മശാനത്തിന്റെ നിർമ്മാണാപാകതകൾ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയും റെഡ്കോയും ധാരണയിലെത്തി. യന്ത്ര സംവിധാനങ്ങൾക്ക് നിശ്ചിത കാലാവധിക്ക് പുറമെ 1 വർഷം കൂടി വാറണ്ടി നൽകാമെന്നും കമ്പനി അറിയിച്ചു. യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി പഞ്ചായത്ത് കരാർ തയ്യാറാക്കും. കരാർ അംഗീകരിച്ച് 20 ദിവസത്തിനകം പണി തീർക്കുമെന്നാണ് റെഡ്കോ ഉറപ്പു നൽകിയത്. പ്രവൃത്തി നിരീക്ഷിക്കാൻ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് കോളേജ് സംഘത്തെ നിയോഗിക്കും. ദഹന അറയിലെ ചേംബറിലെ താപനിലയിൽ കണ്ട വലിയ കുറവാണ് വിദഗ്ധ സമിതി ഗുരുതര പ്രശ്നമായി ചൂണ്ടിക്കാട്ടിയിരുന്നത്. പ്രൈമറി ചേംബറിൽ 850 ഡിഗ്രി മുതൽ 1000 ഡിഗ്രി വരെ താപനില ആവശ്യമാണ്. എന്നാൽ ഇവിടെ കണ്ടെത്തിയത് 150 ഡിഗ്രി മാത്രമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സിലിണ്ടറുകളിൽ ആവശ്യമായ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചതാകും എന്നാണ് കമ്പനിയുടെ നിലപാട്. നിറച്ച സിലിണ്ടറുകൾ എത്തിച്ച് ഇത് പരിശോധിച്ച് ബോധ്യപ്പെടുത്തും. ചെറിയ ബർണറുകൾക്ക് നിലവിലെ ഉയർന്ന റേറ്റിംഗ് പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ മാറ്റി അനുയോജ്യമായത് സ്ഥാപിക്കും. ചിമ്മിനിക്കൂടിൽ തുരുമ്പ് വന്നത് ലവണാംശമുള്ള കാറ്റ് കാരണമാണെന്നും ഇത് മറ്റു പ്രശ്നങ്ങൾക്ക് കാരണമാകില്ലെന്നും 5 വർഷത്തേക്ക് വാറന്റി നൽകുമെന്നും കമ്പനി അറിയിച്ചു. മിസ്റ്റ് എലിമിനേറ്റർ, സുരക്ഷാ സ്വിച്ചുകൾ, അഗ്നിരക്ഷാ ഉപകരണങ്ങൾ, ഗ്യാസ് ലീക്ക് സെൻസർ എന്നിവ സ്ഥാപിക്കും. ഏപ്രിൽ 17-നാണ് ശ്മശാനം അടച്ചത്. ഇതിനുശേഷം പഞ്ചായത്ത് പരിധിയിൽ മരിച്ച് മറ്റ് ശ്മശാനത്തിൽ സംസ്കരിച്ച ആളുകളുടെ കുടുംബത്തിന് സംസ്കാര ചെലവ് നൽകുന്ന കാര്യം കമ്പനി പരിഗണിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം, വൈസ് പ്രസിഡന്റ് IP രാജേന്ദ്രൻ, RP ബഷീർ, റെഡ്കോ ജില്ലാ മാനേജർ CJ ജോയ്, ടെക്നിക്കൽ അഡ്വൈസർ PK രവീന്ദ്രൻ, ബ്രാഞ്ച് മാനേജർ പ്രമോദ്, സർവകക്ഷിയോഗം നിയോഗിച്ച വിവിധ രാഷ്ട്രീയ കക്ഷി മരണാനന്തര സമിതി ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടിയിൽ തനിച്ച് താമസിക്കുന്ന 80-കാരിയുടെ സ്വർണ്ണമാല കവർന്നു. കരിയന്നൂർ അണ്ടേക്കാട്ട് പീടികയിൽ 80 വയസ്സുള്ള ബീവാത്തുവിന്റെ 3 പവൻ തൂക്കം വരുന്ന മാലയാണ് യുവാവ് കവർന്നത്. കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത്. പകൽ സമയത്ത് വീട്ടിലേക്ക് കയറി ചെന്ന മോഷ്ടാവ് കട്ടിലിൽ കിടക്കുകയായിരുന്ന ബീവാത്തുവിന്റെ കഴുത്തിൽ ഞെക്കിപ്പിടിച്ച് മാല ഊരിയെടുക്കുകയായിരുന്നു. ഇതിനുശേഷം വിരലിൽ കിടന്നിരുന്ന മോതിരവും ഊരിയെടുക്കാൻ ശ്രമിച്ചു. പിടിവലിയിൽ മോഷ്ടാവ് ബീവാത്തുവിന്റെ കൈ പിടിച്ച് തിരിച്ചതിനെ തുടർന്ന് വിരലുകൾക്ക് പരിക്ക് പറ്റി. മകൻ മരിച്ച ശേഷം ഇവർ തനിച്ചാണ് വീട്ടിൽ താമസം. മാല ഊരിയെടുത്ത ശേഷം മോഷ്ടാവ് വാതിൽ പുറമേ നിന്ന് കുറ്റിയിട്ട് കടന്നു കളയുകയായിരുന്നു. എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൃശൂരിൽ നിന്ന് വിരലടയാള വിദഗ്ധരെത്തി തെളിവുകൾ ശേഖരിച്ചു. പ്രദേശത്തെ വീടുകളിലെ നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി.
ഇതിലിങ്ങനെ പിടിച്ചു. എന്നിട്ട് ഇന്നെ അവിടെ ഇരിക്കിൻ്റെ കൈ ഇതാണ്ട കൈ പൊട്ടിച്ചു, വിരൽ പൊട്ടിച്ചു. എന്നിട്ട് അവ എടുത്ത് അങ്ങനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. അങ്ങനെ തന്നെ തലയിൽ കൂടി ചെയ്യാൻ പൊട്ടിയില്ല, തലയിൽ കൂടി അങ്ങനെ അങ്ങോട്ട് ഊരി ഇതിൻ്റെ വിരൽ പിടിച്ച് പൊട്ടിച്ചിട്ട് കണ്ട. അങ്ങനെ ഉണ്ടായത്. അല്ലാണ്ട് വർത്താനം പറയാനൊന്നും പറ്റുന്നില്ല. നീ പൊള്ള ചങ്ക് ഇതിൽ പിടിച്ചിട്ട്. പഴഞ്ഞി അരുവായിലെ കൂട്ടാത്മഹത്യ, മരിച്ചവർക്ക് യാത്രാമൊഴിയേകി നാട്. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. മടുക്കായങ്കൽ 50 വയസ്സുള്ള സിബി, ഭാര്യ ബീന, മകൾ അലീന, മകൻ ആദിത്യൻ എന്നിവരാണ് കൂട്ട ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സിബിയെ വിഷം കഴിച്ച് കിണറിനുള്ളിലും മകൾ അലീനയെ വിഷം കഴിച്ച് തൂങ്ങിയ നിലയിലുമാണ് പോലീസ് കണ്ടെത്തിയത്. വിഷം കഴിച്ച് അവശനിലയിലായിരുന്ന ബീനയെയും ആദിത്യനെയും പോലീസ് എത്തിയ ആശുപത്രിയിൽ എത്തിച്ചതിനാൽ ഇവരുടെ ജീവൻ രക്ഷിക്കാനായി. മരിച്ചവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം കുന്നംകുളം മലങ്കര ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ബുധനാഴ്ച ഉച്ചയോടെ മൃതശരീരങ്ങൾ വീട്ടിലെത്തിച്ചു. 2 മണിയോടെ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ സംസ്കാരം നടത്തി. കരിക്കാട് ഇടവക വികാരി ഫാദർ സണ്ണി ചാക്കോ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. സംസ്കാര ചടങ്ങിൽ ബന്ധുക്കളും നാട്ടുകാരും പങ്കെടുത്തു. ആത്മഹത്യാ ശ്രമത്തിൽ സാരമായി പരിക്കേറ്റ സിബിയുടെ ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ അപകടനില തരണം ചെയ്തതോടെ ഇവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് നാടിനെ നടുക്കിയ ദുരന്തവിവരം പുറംലോകം അറിയുന്നത്. ഖത്തറിൽ ഡിസൈനറായി ജോലി ചെയ്തിരുന്ന സിബി കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. തിങ്കളാഴ്ച പുലർച്ചെ ഇവരുടെ മകൻ ആദിത്യൻ പോലീസിനെ വിവരം അറിയിക്കുകയും തുടർന്നുള്ള ഇടപെടലിലാണ് പിതാവിനെയും മകളെയും മരിച്ച നിലയിലും മകനെയും അമ്മയെയും വിഷം കഴിച്ച നിലയിലും കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. കഴിഞ്ഞ ദിവസം വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ തെരുവുനാക്കളുടെയും പാമ്പുകളുടെയും ശല്യം മൂലം വ്യായാമം ചെയ്യാൻ എത്തുന്നവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യം രൂക്ഷമായതിനെ തുടർന്ന് നഗരസഭയുടെ അനാസ്ഥക്കെതിരെ BJP കുന്നംകുളം മുനിസിപ്പൽ കമ്മിറ്റി മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. സീനിയർ ഗ്രൗണ്ടിൽ നടപ്പാതയിൽ നടക്കാൻ സാധിക്കാത്ത വിധത്തിൽ പുല്ല് വളർന്നിരിക്കുകയാണെന്നും ഇതുമൂലം രാവിലെയും വൈകിട്ടും നടക്കാൻ എത്തുന്നവർ പാമ്പിനെ പേടിച്ചാണ് വ്യായാമം ചെയ്യുന്നതെന്നും BJP ആരോപിച്ചു. പുലർച്ചെയും വൈകുന്നേരങ്ങളിലും ഇരുട്ടായതിനാൽ വെളിച്ചത്തിനായി ഹൈമാസ് വിളക്ക് സ്ഥാപിക്കണമെന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തെരുത്തിക്കാട്, സുമേഷ് കളരിക്കൽ, ജില്ലാ സെക്രട്ടറി രേഷ്മ സുനിൽ, മണ്ഡലം ഭാരവാഹികളായ വിഗീഷ് അപ്പു, ഷൈനി കാർത്തികേയൻ, ഷജീഷ് കില്ലപ്പൻ, മുനിസിപ്പൽ ഭാരവാഹികളായ രഞ്ജിത്ത് ശ്രാമ്പിക്കൽ, യദുകൃഷ്ണ കീഴൂർ എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർകുളം സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ട് ഹൈക്കോടതി. ബാങ്കിന് മുകളിൽ നിർമ്മിച്ച KG കരുണാകര മേനോൻ സ്മാരക ഓഡിറ്റോറിയമാണ് 8 ആഴ്ചയ്ക്കുള്ളിൽ പൊളിച്ചു മാറ്റുവാൻ ഉത്തരവിട്ടത്. ചട്ടം ലംഘിച്ചാണ് നിർമ്മാണം നടത്തിയതെന്നു കാണിച്ച് പനന്തറ സ്വദേശിയും പഞ്ചായത്ത് അംഗവുമായ MB സുജീഷ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. പരൂർ കോൾകൃഷി സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിലായിരുന്ന സ്ഥലത്ത് ഒരു മുറിയിൽ കർഷകരുടെ കൃഷിക്കാവശ്യമായ സാധന സാമഗ്രികൾ സൗജന്യമായി സൂക്ഷിച്ചിരുന്നു. ഈ മുറിക്ക് ബാങ്ക് വാടക നിശ്ചയിച്ചത് മുതലാണ് തർക്കത്തിലേക്കും പരാതിയിലേക്കും കടന്നത്. പിന്നീട് മുറിയിലേക്കുള്ള വൈദ്യുതി കട്ട് ചെയ്തു. സാധനങ്ങൾ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. ഇതിൻ്റെ പേരിൽ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനായി പരൂർ പടവ് കമ്മിറ്റിയും ബാങ്കിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നുണ്ട്. കെട്ടിടം അനധികൃതമാണെന്ന് കാണിച്ച് നൽകിയ പരാതിയുടെ മേലാണ് നടപടി വന്നിരിക്കുന്നത്. നേരത്തെ LSGD വിഭാഗം പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി 6/10/2021 ബാങ്കിനോട് അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ആ ഉത്തരവ് നടപ്പാക്കിയിട്ടില്ല. ഇതേ തുടർന്നാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചത്. അവസാനമായി 2026 ജൂലൈ 3 ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് VA വിനോദ് ഹാജരായി. ചാവക്കാട് ചേറ്റുവയിൽ മത്സ്യബന്ധനത്തിനിടെ ഉണ്ടായ അപകടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കൈവിരൽ അറ്റുപോയി. ഒഡീഷ സ്വദേശി 40 വയസ്സുള്ള ഗഗൻ ബേരയുടെ പെരുവിരലിന്റെ ഒരു ഭാഗമാണ് അറ്റുപോയത്. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. ചേറ്റുവയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ചാത്തൻ വള്ളത്തിലെ തൊഴിലാളിയാണ് ഗഗൻ ബേര. കടലിൽ വെച്ച് മത്സ്യബന്ധന വല വള്ളത്തിലേക്ക് വലിച്ചു കയറ്റുന്നതിനിടെ വല വലിക്കുന്ന യന്ത്രമായ വീഞ്ചിൽ വിരൽ കുടുങ്ങിയാണ് അപകടമുണ്ടായത്. അപകട വിവരം സഹപ്രവർത്തകർ ഉടൻ തന്നെ തീരത്തറിയിക്കുകയായിരുന്നു. തുടർന്ന് ചാവക്കാട് മുനിക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ CA ശശീന്ദ്രൻ മേലയലിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് സംഘം അതിവേഗം കടലിലേക്ക് തിരിച്ചു. ബോട്ടിൽ അപകട സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഗഗൻ ബേരയെ സുരക്ഷിതമായി
ചേറ്റുവ ഹാർബറിൽ എത്തിച്ചു. തുടർന്ന് ഇവിടെ നിന്നും ആംബുലൻസ് വഴി ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ CPO നിതിൻ, സ്രാങ്ക്, അഖിൽ, ലസ്കർ, സുജിത് എന്നിവർ അടങ്ങിയ സംഘമാണ് കടലിൽ പോയി രക്ഷാപ്രവർത്തനം നടത്തിയത്. കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി പ്രശസ്തമായ ക്ഷേത്രങ്ങളിലെ ഇല്ലനിറ ഉത്സവങ്ങൾക്കായുള്ള കതിർക്കറ്റകളുടെ വിളവെടുപ്പ് നടന്നു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ പഴുന്നാന സ്വദേശി ആലാട്ട് ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിലാണ് കതിർക്കറ്റകൾ വിളവെടുത്തത്. ശബരിമല, ഗുരുവായൂർ, ഏറ്റുമാനൂർ, തൃപ്രയാർ തുടങ്ങി കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്കും കേരളത്തിന് പുറത്തേക്കുള്ള പ്രധാന ആരാധനാലയങ്ങളിലേക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ നിന്നാണ് കതിർക്കറ്റകൾ എത്തിച്ചു നൽകുന്നത്. ഇല്ലനിറ ചടങ്ങുകൾക്കായി പ്രത്യേക പരിപാലനത്തോടെയാണ് ഈ നെൽക്കതിരുകൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. ജനപ്രതിനിധികളും കർഷകരും ചടങ്ങിൽ പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും 6 പതിറ്റാണ്ടിന്റെ കിരീട വരൾച്ചയ്ക്ക് പരിഹാരം തേടി ഇംഗ്ലണ്ടും നേർക്കുനേർ വരുമ്പോൾ മറ്റൊരു ക്ലാസിക് പോരിനാണ് ലോകം സാക്ഷ്യം വഹിക്കുക. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വൈകാരികമായ ഫുട്ബോൾ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആരാധകരുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? കാണാം പീപ്പിൾസ് ടോക്ക്. കപ്പടിക്കും. കാരണം നിലവിലെ ടീം അതിന് അവസാന നിമിഷത്തിലും അവർ ഊർജ്ജം തിരിച്ചെടുത്ത് പോരാട്ടം കാഴ്ചവെക്കാൻ കഴിവുള്ള ടീമാണ്. അർജന്റീനയാണ് എൻ്റെ ഇഷ്ട ടീമും. ഇവർ തിരിച്ച് ഗോൾ അടിക്കണ്ടല്ലോ, അവർ മാറി നിന്നല്ലോ ഗോൾ അടിക്കുന്നത്, കളിച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വെറും വിഡിത്തരത്തിൻ്റെ ഒരു ആരോപണങ്ങളാണ്. കമ്മിറ്റി ടീമാണ്, അതാണ് അത് തോൽക്കുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ തോൽവി ഉണ്ടാകുമ്പോൾ അവർ വലിയ മറ്റുള്ള ബ്രസീൽ പോലുള്ള ആരാധകർ ഉണ്ടാക്കുന്ന വെറുതെ ഒരു കഥ. അർജന്റീനയ്ക്കും അത് അർജന്റീന അങ്ങനെയാണ് കളി, കപ്പടിക്കും. ഞാൻ ഇംഗ്ലണ്ട്. കാരണം അതാ നല്ല, എല്ലാവർക്കും വേണ്ട കപ്പ്. കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന അടിച്ചില്ലേ, പ്രാവശ്യം ഇംഗ്ലണ്ട് എടുക്കട്ടെ. എന്നാൽ നല്ല കളിയാണ് അവരുടെ. അർജന്റീനയെ സംബന്ധിച്ചിട്ട് മെസ്സി എല്ലാ ഇതിലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അർജന്റീന ജയിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. രണ്ടും നല്ല ടീമാണ്, പക്ഷേ അർജന്റീനയാണ് കൂടുതൽ സാധ്യതയായിട്ട് തോന്നുന്നത്. അവരുടെ പെർഫോമൻസും ഗോളിയും എല്ലാം നല്ലതായിട്ട് തോന്നി. അർജന്റീനയുടെ ഉറപ്പെന്ന് നമുക്ക് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ കളിച്ച കളികൾ കോച്ച് ഓരോ ടീമിനെതിരെയും എങ്ങനെ കളിക്കണം എന്നുള്ള കോച്ചിങ് കൊടുത്തിട്ടാണ് അപ്പോൾ എന്തായാലും അത് അർജന്റീന തന്നെ ജയിക്കും. ഇതുവരെയുള്ള കളികൾ എടുത്ത് നോക്കിയാൽ തന്നെ അർജന്റീനയുടെ ലാസ്റ്റത്തെ കളി ഫിഫയുമായിട്ടുള്ള ഒരു കളിയായിരുന്നു. ഫിഫയും അർജന്റീനയും കൂടി കളിക്കുമ്പോഴാണ് ഇതുവരെയുള്ള ലാസ്റ്റത്തെ 3 കളി അർജന്റീന ജയിച്ച് കയറിയത്. ഈ ഇംഗ്ലണ്ടിൻ്റെ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫോർവേഡുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ അടുത്ത കാലത്ത് ഒരു 4 വേൾഡ് കപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ പ്രതിരോധ നിരയും അതുപോലെ തന്നെ നല്ല ഫോർവേഡുകളുള്ള ഒരു ടീമായിട്ട് ഇംഗ്ലണ്ട് വളർന്നിട്ടുണ്ട്. അത് വെച്ച് തന്നെ നോക്കുമ്പോൾ അർജന്റീനയ്ക്ക് യാതൊരു രക്ഷയും ഈ സെമിയിൽ കാണാൻ കഴിയില്ല. അത് നമ്മുടെ അർജന്റീന തന്നെ. അത് നമ്മൾ കാലം കുറേയായിട്ട് അർജന്റീന കളി കാണാറില്ലേ. ഇപ്പം 2-3 കളി കുറച്ച് മോശമാണെങ്കിലും ഈ കളി എന്തായാലും പിടിച്ചിരിക്കും. ഈ കപ്പടിച്ചിരിക്കും ഇപ്രാവശ്യം. അങ്ങനെ എഴുതാൻ പറ്റും. ഇംഗ്ലണ്ടിന് സാധ്യത, ശക്തമായ കളി അവർ കളിച്ചിട്ടുണ്ട് ഇതുവരെ കളിച്ചതിൽ. അപ്പോൾ നല്ലൊരു കളി നാളെ ഉണ്ടാവും. ഇംഗ്ലണ്ട് അതിൽ ജയിക്കും എന്നുള്ളതാണ് വിശ്വാസം. ഫൈനലിലേക്ക് ഇംഗ്ലണ്ട് പോകും. ആ കഴിവുണ്ട് ഇംഗ്ലണ്ട്, നന്നായി കളിക്കുന്നുണ്ട്. അർജന്റീന പ്രാവശ്യം കപ്പെടുക്കില്ല. കാരണം എല്ലാ പ്രാവശ്യം എടുക്കുന്ന ആൾക്കാർ അവരുണ്ടല്ലോ. ഈ പ്രാവശ്യം കളി മാറി പോട്ടെ. കപ്പ് അവരുണ്ടല്ലോ ഒറ്റ ഇതില്ല ഈ പ്രാവശ്യം. അടുത്ത കളി നോക്കാൻ പോയി. ഇതിപ്പോൾ സാധ്യമാണെങ്കിൽ എന്താ നാളെ ചോദിക്കണ്ട. അർജന്റീന നല്ല ടീം. ഇപ്പോൾ ഇതുവരെ കളിച്ച കളികളൊക്കെ ജയിച്ചു വന്നിട്ടുണ്ട്. അവർക്കൊരു ഭാഗ്യമുള്ള ടീമാണ്. ലാസ്റ്റ് ഇതിൽ എന്തായാലും ഗോളടിക്കും. ഇപ്രാവശ്യത്തെ ഇവരുടെ അർജന്റീനയുടെ കളി മോശം കളിയാണ്. കോച്ചാണ് കളിച്ചിരിക്കുന്നത്. ആ കളി കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. മെസ്സിനെ അർജന്റീന ടീമിനെ അവിടെ എത്തുക എന്നുള്ളത് കോച്ചിൻ്റെയും ഫിഫയുടെയും തീരുമാനമാണ്. അവർ തെറ്റ് ചെയ്താൽ ഫൗൾ ചെയ്താലും ഒന്നും മഞ്ഞക്കാടില്ല. മറ്റുള്ള കാൽമയോ ബോൾമയോ ഒട്ടിയാലും മഞ്ഞക്കാടാണ്. അതിനാണ് ഇപ്രാവശ്യം പറയുന്നത്. അർജന്റീന ഇപ്രാവശ്യം കപ്പെടുക്കാൻ യാതൊരു കാരണവശാലും ഇല്ല. നാളത്തെ കളിയിൽ ഇംഗ്ലണ്ട് ജയിക്കും. ഭയങ്കര പെർഫോമൻസാണ് മെസ്സി. പിന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും അർജന്റീന ജയിക്കണം തന്നെയാണ് ഇഷ്ടം. എൻ്റെ പ്രതീക്ഷയിൽ അർജന്റീന ജയിക്കുക. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന എടുത്തല്ലേ, പ്രാവശ്യം എന്തായാലും ഇംഗ്ലണ്ട് എടുക്കട്ടെ. ഇനി ഇംഗ്ലണ്ടിന് സാധ്യതയുണ്ട്. ഇംഗ്ലണ്ട് എടുക്കട്ടെ. അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. നല്ല സ്പിരിറ്റ് ഇട്ടിട്ട് തന്നെയാണ് അവർ കളിക്കണത്. അപ്പോൾ എന്തായാലും പ്രാവശ്യം ഇംഗ്ലണ്ട് എടുക്കട്ടെ. ഇഷ്ടം ഇംഗ്ലണ്ടിനാണ്. അത് ഞങ്ങൾ ഇതുപോലെ തന്നെയാണ് 2022 കളി വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ കളി തോറ്റിട്ടാണ് ഞങ്ങൾ ഫൈനലിൽ കപ്പടിച്ചത്. അതും ലോകോത്തര ഫുട്ബോളറായ തോൽക്കും. അർജന്റീന ഇങ്ങനത്തെ കളി ചെയ്ത് തോൽവി ഉറപ്പാണ്. ഇംഗ്ലണ്ട് നല്ല ബ്രസീൽ ആരാധകർ, അതുപോലെ ഈ തോറ്റ് പിന്നാലേക്ക് പോയിട്ടുള്ള എല്ലാ
ആൾക്കാരും കൂടി എല്ലാവരും കൂടിയിട്ടുള്ള ആഗ്രഹമാണ് അർജന്റീന നാളെ തോൽക്കണം എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ ജയിച്ചിരിക്കും. അവർ മുന്നണിയാണ് ഇപ്പോൾ. പക്ഷെ ഞങ്ങൾ വിജയിച്ചിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണ് അർജന്റീന ആരാധകർക്ക്. അർജന്റീന ഫോം ഇപ്പോൾ കുറവാണ്. ഭാഗത്തിന് തട്ടുപിടി ജയിച്ചു പോകുന്നുള്ളൂ. ഇംഗ്ലണ്ട് ഇപ്പോൾ നല്ല ഫോമിലാണ് കളിക്കണം. ഇംഗ്ലണ്ട് മിക്കവാറും ജയിക്കുന്ന ചാൻസ്. ഞാൻ പോർച്ചുഗലായിരുന്നു. ഇപ്പോൾ തോറ്റും. ഇനിയിപ്പോൾ ഇംഗ്ലണ്ടിനൊപ്പം മറ്റു വാർത്തകൾ. വടക്കേക്കാട് പഞ്ചായത്ത് വാതക ശ്മശാന നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു നൽകാൻ വൈകുന്നതിനെതിരെയും ഉദ്ഘാടന തീയതികൾ തുടർച്ചയായി മാറ്റിവെക്കുന്നതിനെതിരെയും ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിന് മുന്നിൽ വായ് മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. നായരങ്ങാടിയിൽ പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധം ജനകീയ സമിതി കൺവീനർ മാധവൻ പൂങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. ശ്മശാനത്തിന്റെ പണി പൂർത്തീകരിക്കും വരെ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് സമിതിയുടെ തീരുമാനം. പൊതുപ്രവർത്തകരായ മനോജ് വെള്ളക്കട, രതീഷ് തെക്കുംതല, വാർഡ് മെമ്പർമാരായ രുക്മ്യ സുധീർ, അശോകൻ അടക്കാട്ട് എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ ജിതേഷ് സ്വാഗതവും ജനകീയ സമിതി കോർഡിനേറ്റർ അഖിൽ കണക്കഞ്ചേരി നന്ദിയും പറഞ്ഞു. അനധികൃതമായി വിദേശ മദ്യം വിൽപ്പന നടത്തിയിരുന്നയാളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കടങ്ങോട് മനപ്പടി സ്വദേശി വേലായുധനെയാണ് SI P ആൻഡോ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മനപ്പടി ചിക്കൻ സ്റ്റാളിന് സമീപം കച്ചവടം നടത്തുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. ഇയാൾ കൈവശം വെച്ചിരുന്ന വിദേശ മദ്യം പോലീസ് പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ബസും കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. കല്ലുംപുറം സ്വദേശിക്ക് പരിക്ക്. പെരുമ്പ്ലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കൊരട്ടിക്കര പ്രിയദർശിനി സ്റ്റോപ്പിന് സമീപം ബുധനാഴ്ച വൈകിട്ട് 6:30യോടെയാണ് അപകടം. ബസ്, കാർ, ബൈക്ക് എന്നിവ ഉൾപ്പെട്ട അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ കല്ലുംപുറം സ്വദേശി ചീരൻ വീട്ടിൽ റോബിൻസനാണ് പരിക്ക്. കുന്നംകുളം ഭാഗത്തു നിന്ന് ചങ്ങരകുളം ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എതിർദിശയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തു നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന KSRTC ലോ ഫ്ലോർ ബസ് ബൈക്കിൽ ഇടിച്ചത്. അപകടത്തിൽ കാറിനും ബസ്സിനും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ ആദ്യം പെരുമ്പ്ലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സമുണ്ടായി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരം വരവായി 5,52,28,604 രൂപയും 1 കിലോ 285 ഗ്രാം 700 മില്ലിഗ്രാം സ്വർണവും 8 കിലോഗ്രാം 190 ഗ്രാം വെള്ളിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2000 രൂപയുടെ 10ഉം നിരോധിച്ച 1000 രൂപയുടെ 14ഉം 500ന്റെ 47 കറൻസിയും ലഭിച്ചു. ഇതിനു പുറമെ ഈ ഭണ്ഡാരങ്ങൾ വഴി 6,13,111 രൂപയും ഉണ്ടായിരുന്നു. CSB ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു ഇത്തവണ ഭണ്ഡാരം എണ്ണാനുള്ള ചുമതല. സാഹിത്യകാരന്മാരിൽ പ്രതികരണ ശേഷിയുള്ളവർ കുറഞ്ഞു വരികയാണെന്ന് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയംസ് കുമാർ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുതൂർ പുരസ്കാരം ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ KP രാമനുണ്ണിക്ക് ഗുരുവായൂരിൽ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കലാമണ്ഡലം മൃദംഗ വിഭാഗം സംഘടിപ്പിച്ച ലയസാധന പരിശീലനം പ്രശസ്ത മൃദംഗ വിദ്വാൻ പത്രി സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ അനന്തകൃഷ്ണൻ അധ്യക്ഷനായി. മുൻ മൃദംഗ വിഭാഗ മേധാവികളായിരുന്ന കലാമണ്ഡലം ശിവദാസ്, P കൃഷ്ണദാസ് എന്നിവരെ രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ ആദരിച്ചു. തുടർന്ന് പത്രി സതീഷ് കുമാർ മൃദംഗം സ്വതോഹരണ ക്ലാസ് നയിച്ചു. പ്രൊഫസർ ഇരിക്കാവ് സുനിൽ സ്വാഗതവും KS മഹേഷ് കുമാർ, വിഷ്ണു ചിന്താമണി, ജീവേഷ് ശാസ്ത്രി, ശ്യാംചന്ദ്രൻ എന്നിവർ നേതൃത്വവും നൽകി. വേതന വർധനവ് ആവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ ടോഡി വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കടങ്ങോട് മേഖലയിലെ ലൈസൻസികളുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ടോഡി വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് VK വാസുദേവൻ അധ്യക്ഷനായി. വടക്കാഞ്ചേരി റേഞ്ച് സെക്രട്ടറി TS ജയൻ, യൂണിയൻ ജില്ലാ സെക്രട്ടറി CK വിജയൻ, വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ്, യൂണിയൻ ജില്ലാ നേതാക്കളായ ജ്യോതിലാൽ, KM നാരായണൻ, OS സുധൻ, വടക്കാഞ്ചേരി റേഞ്ച് ട്രഷറർ MS വിനോദ്, പഴയന്നൂർ റേഞ്ച് സെക്രട്ടറി CG ബിജു എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ജംഗ്ഷനിൽ വിദ്യാർത്ഥികളുടെ അശ്രദ്ധമായ റോഡ് മുറിച്ച് കടക്കൽ അപകട ഭീഷണിയാകുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയെ തിരക്കേറിയ കുന്നംകുളം ജംഗ്ഷനിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അശ്രദ്ധമായി റോഡ് മുറിച്ച് കടക്കുന്നതാണ് അപകട സാധ്യത സൃഷ്ടിക്കുന്നത്. +1 ക്ലാസുകൾ ആരംഭിച്ചതോടെ വൈകുന്നേരങ്ങളിൽ ജംഗ്ഷനിലെ തിരക്ക് ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. സീബ്ര ക്രോസിംഗുകൾ ഉപയോഗിക്കാതെ വാഹനങ്ങൾക്കിടയിലൂടെ ഓടിക്കടക്കുന്നതാണ് ജംഗ്ഷനിലെ പതിവ് കാഴ്ച.
ഇതുമൂലം വാഹനങ്ങൾ പലപ്പോഴും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ട സാഹചര്യമുണ്ടാകുന്നതായും പിന്നാലെ വരുന്ന വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നതായും ഡ്രൈവർമാർ പറയുന്നു. തിരക്കേറിയ ജംഗ്ഷനിൽ കാൽനടയാത്രക്കാരുടെയും വാഹനങ്ങളുടെയും സുരക്ഷയെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. രോഗികളുമായി എത്തുന്ന ആംബുലൻസുകൾക്ക് പോലും ഈ തിരക്കിനിടയിൽ സുഗമമായി കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നതായി ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. അടിയന്തര ചികിത്സ വൈകുന്നത് രോഗികളുടെ ജീവനു തന്നെ ഭീഷണിയാകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അതേസമയം ഗുരുവായൂർ വടക്കാഞ്ചേരി റോഡുകളിലെ സീബ്ര ക്രോസിംഗ് വരകൾ മാഞ്ഞുപോയതും കുറ്റിപ്പുറം റോഡിലെ മലായ ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാനുള്ള സൗകര്യങ്ങളുടെ അഭാവവും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഗതാഗത നിയമങ്ങൾ ആദ്യം പഠിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടത് വിദ്യാർത്ഥികളാണെന്നിരിക്കെ ഇത്തരം അവഗണന സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് വ്യാപാരികളും അഭിപ്രായപ്പെടുന്നു. തിരക്കേറിയ സമയങ്ങളിൽ ട്രാഫിക് പോലീസിന്റെ സാന്നിധ്യം ശക്തമാക്കുക, സ്കൂളുകളുടെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക, സീബ്ര ക്രോസിംഗ് ഉപയോഗത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെടുത്തുക എന്നിവ അടിയന്തരമായി നടപ്പാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. കൂടാതെ മാഞ്ഞുപോയ സീബ്ര ക്രോസിംഗ് വരകൾ പുനഃസ്ഥാപിക്കുകയും മലായ ജംഗ്ഷനിൽ സുരക്ഷിതമായ കാൽനട ക്രോസിംഗ് സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ്, ട്രാഫിക് പോലീസ്, നഗരസഭ എന്നിവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വ്യാപാരികളും വാഹനയാത്രക്കാരും ആവശ്യപ്പെട്ടു. തിരുവാലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചേരും. ഇതുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി രൂപീകരണ യോഗം ജൂലൈ 21 ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനാ യോഗം ചേർന്നു. പ്രധാനാധ്യാപിക KA ജിഷ ഉദ്ഘാടനം ചെയ്തു. PI അബ്ദുൽ മജീദ് ആമുഖ പ്രസംഗം നടത്തി. പൂർവ്വ വിദ്യാർത്ഥികളായ ജോമി തോമസ്, ബിജു പള്ളിക്കര, സുജിത്ത് ഹുസൈൻ, ദീപ, ഷീജ ബാബു, പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന ജോർജ്, അധ്യാപകരായ രഞ്ജിനി, രൂപ, മേരി, ജയ, സുഗിൽ എന്നിവർ സംസാരിച്ചു. P മുനീർ സ്വാഗതവും ശ്രീരഞ്ജിനി നന്ദിയും പറഞ്ഞു. ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷം ഗുരുവായൂരപ്പന്റെ ശീവേലി എഴുന്നള്ളിപ്പിൽ പങ്കെടുത്ത് പിടിയാന രശ്മി. ഇന്ന് വൈകിട്ടത്തെ ശീവേലി എഴുന്നള്ളിപ്പിലായിരുന്നു ആന പങ്കെടുത്തത്. ആൾക്കൂട്ടം കണ്ടാൽ പരിഭ്രാന്തിയിലാകുന്ന പ്രകൃതമാണ് രശ്മിയെ ശീവേലി എഴുന്നള്ളിപ്പിൽ നിന്ന് അകറ്റിയത്. പാപ്പാന്മാരുടെയും ദേവസ്വം ജീവനക്കാരുടെയും നിരന്തര പരിശ്രമമാണ് വിജയം കണ്ടത്. ഇനി സ്ഥിരമായി എഴുന്നള്ളിപ്പുകളിൽ രശ്മിയെ പങ്കെടുപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം. ED വേട്ടയാടുകയാണെന്ന് ആരോപിച്ച് CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. ബസ് സ്റ്റാൻഡിൽ നടന്ന സംഗമം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം മാലിക്കുളം അബ്ബാസ് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകൻ, ഏരിയ കമ്മിറ്റി അംഗം AH അക്ബർ, P യതീന്ദ്രദാസ്, MP രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ജീവൻ പണയം വെച്ചാണ് ദിവസവും ജോലി ചെയ്യുന്നത് എന്ന ഗുരുതര ആരോപണം ഉയരുന്നു. വിവിധ സബ് സെന്ററുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യ വസ്തുക്കൾ നായരങ്ങാടി മാർക്കറ്റിലെ സംഭരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കാനായി വാടക വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ സാധനങ്ങൾ കുത്തിനിറച്ച ടെമ്പോ വാഹനത്തിന്റെ പിൻവാതിൽ ചാക്കുകെട്ടുകൾക്കിടയിൽ തൂങ്ങി നിന്നാണ് സേനാംഗങ്ങൾ യാത്ര ചെയ്യുന്നത് എന്നാണ് പരാതി. വസ്തുക്കൾ കൊണ്ടുവരുന്നതിനുള്ള വാഹന വാടക മാത്രമാണ് അനുവദിക്കപ്പെടുന്നതെന്നും സേനാംഗങ്ങൾ യാത്ര ചെയ്യണമെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്നും പണം ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളതെന്നും അംഗങ്ങൾ പറയുന്നു. ഇതുമൂലം വാഹനത്തിൽ തന്നെ കയറി യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് ഇവർക്കുള്ളത്. വാഹനത്തിൽ അമിത ഭാരം കയറ്റുന്നതും അതിനൊപ്പം അപകടകരമായ രീതിയിലുള്ള യാത്രയും വലിയ ദുരന്തത്തിന് വഴിവെക്കുമെന്ന ആശങ്കയുമുണ്ട്. അതേസമയം വാഹനത്തിൽ മാലിന്യ വസ്തുക്കൾ മാത്രം കൊണ്ടുവരണമെന്നും ഡ്രൈവറുടെ സമീപത്തിരിക്കാൻ കഴിയുന്ന പരിമിതമായ ആളുകൾ മാത്രമേ ഒപ്പം യാത്ര ചെയ്യാവൂ എന്ന നിർദ്ദേശം സേനാംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് ഹരിതകർമ്മസേനയുടെ കോർഡിനേറ്റർ പറയുന്നു. ഇതിനിടെ വടക്കേക്കാട് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്കായി ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 പദ്ധതിയിൽ ഒരു ലോഡിംഗ് വാഹനം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് നിലവിൽ പഞ്ചായത്തിൽ ഉപയോഗിക്കാതെ കിടക്കുകയാണെന്ന് ആക്ഷേപമുണ്ട്. വാഹനം തകരാറിലായതിനാൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്നാണ് കോർഡിനേറ്ററുടെ വിശദീകരണം. സേനാംഗങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ജില്ലാ പഞ്ചായത്തും അടിയന്തരമായി ഇടപെട്ട് വാഹനം അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗയോഗ്യമാക്കുകയും സുരക്ഷിതമായ യാത്രാ സൗകര്യം ഉറപ്പാക്കുകയും വേണമെന്നാണ് ആവശ്യം. കടപ്പുറം ബ്ലാങ്ങാട് 75-കാരനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്തുരുത്തി മണത്തള വീട്ടിൽ കുമാരനെയാണ് കനോലി കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് വൈകിട്ട് 5:30-ഓടെയാണ് സംഭവം. ഉച്ചയ്ക്ക് 2 മണിയോടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത പറമ്പിൽ നിന്ന് തേങ്ങ എടുക്കാൻ പോയതായിരുന്നു. കാണാതായപ്പോൾ വീട്ടുകാർ
അന്വേഷിച്ചപ്പോഴാണ് തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പാറൻപാടത്ത് റോഡരികിൽ സ്ഥാപിച്ച ഇരുമ്പ് പാളികൾ ഉറപ്പിച്ചിട്ടില്ലെന്ന ആരോപണം. സംസ്ഥാന പാതയിൽ റോഡരികിലെ കാനയിലേക്ക് വാഹനം വീഴാതിരിക്കാനാണ് ഇരുമ്പ് പാളികൾ സ്ഥാപിച്ചത്. എന്നാൽ ഇരുമ്പ് പാളികൾ സ്ഥാപിക്കാനായി കുഴിച്ച ഭാഗം കോൺക്രീറ്റ് ചെയ്തില്ല. ഇരുമ്പ് പാളികൾ ഏതു നിമിഷവും നിലം പതിക്കുമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഇരുമ്പ് പാളികൾ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്താൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചാവക്കാട് ബ്ലാങ്ങാട് ശ്രീ കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിലെ ഇഷ്ടവരദായിനിയായ ശ്രീ ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠാ ദിനത്തിനായി ഭാഗമായുള്ള ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തിമാരായ കണ്ണൻ, ലാലൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി നവകലശാഭിഷേകവും ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. ഭാരവാഹികളായ ചെങ്ങല ബാലകൃഷ്ണൻ, കറങ്ങാട്ട് അശോകൻ, തൂമാട്ട് മോഹനൻ, ചക്കാണ്ടൻ ശിവദാസൻ, തളിച്ചേത്ത് സുഗു, പൂക്കാട്ട് സജീവൻ, പൂക്കാട്ട് ബാലകൃഷ്ണൻ, മരുതു അനൂപ്, പയ്യപ്പള്ളി സുധാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നോളം ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് ക്രിയേഷന്റെ 713ാമത് പ്രോഗ്രാം തൃശൂർ സദ്ഗമയെ അവതരിപ്പിക്കുന്ന സൈറൺ എന്ന നാടകത്തിന്റെ അവതരണം ജൂലൈ 24 വെള്ളിയാഴ്ച നടക്കും. വൈകിട്ട് 6:45 മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് നാടകാവതരണം. സമീപകാലത്ത് അന്തരിച്ച കലാകാരന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ച ശേഷമാണ് നാടകാവതരണം നടക്കുക. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,160 രൂപ. സ്വർണം പവന് 1,05,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചർമ്മം നെല്ലുവായി ചെറുപറമ്പിൽ അച്യുതൻ മകൻ വിനയൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. താത്തിരിയാട്ട് കൈരളി ഭാര്യയും ശ്രീനാഥ്, ശ്രീകാന്ത്, ശ്രീരാഗ് എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്ത. ഗുരുവായൂർ ക്ഷേത്ര നടയിലെ വൈജയന്തി കെട്ടിടത്തിൽ തീപിടുത്തം. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ആരോഗ്യ വിഭാഗത്തിന്റെ സ്റ്റോർ റൂമിലാണ് അഗ്നിബാധ. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഫയർഫോഴ്സ് അധികൃതർ. പുന്നൂർ വാതക ശ്മശാനത്തിന്റെ നിർമ്മാണ അപാകതകൾ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയും റെയ്ഡ്കോയും ധാരണയിലെത്തി. യന്ത്ര സംവിധാനങ്ങൾക്ക് നിശ്ചിത കാലാവധിക്ക് പുറമെ 1 വർഷം കൂട്ടി വാറന്റി നൽകാമെന്ന് കമ്പനി. യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി പഞ്ചായത്ത് കരാർ തയ്യാറാക്കി. എരുമപ്പെട്ടിയിൽ തനിച്ച് താമസിക്കുന്ന 80-കാരിയുടെ സ്വർണ്ണമാല കവർന്നു. കരിയന്നൂർ അണ്ടേക്കാട്ട് പീടികയിൽ 80 വയസ്സുള്ള ബീവാത്തുവിന്റെ 3 പവൻ തൂക്കം വരുന്ന മാലയാണ് കവർന്നത്. പ്രദേശത്തെ വീടുകളിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതം. പഴഞ്ഞി അരുവായിലെ കൂട്ടാത്മഹത്യ. മരിച്ചവർക്ക് യാത്രാമൊഴിയേകി നാട്. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. ലോകകപ്പ് ഫുട്ബോൾ. ഫ്രഞ്ച് കോട്ട തകർത്ത് സ്പാനിഷ് അർമാഡ. തുടർച്ചയായ 3ാം ലോകകപ്പ് ഫൈനൽ ലക്ഷ്യമിട്ടിറങ്ങിയ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കാൽപന്ത് കളിയുടെ വിശ്വകിരീടത്തിനായുള്ള കലാശപ്പോരിലേക്ക് സ്പെയിന്റെ പ്രവേശനം. 2ാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടുമ്പോൾ ആവേശത്തോടെ ആരാധകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.